മേഴ്സിക്കുട്ടിയമ്മ, ഇത് വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് പോലീസിനെതിരെ വരുന്നത്. വ്യാജമൊഴി എഴുതി ചേർത്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സിയാദിനെ രഞ്ജിത്ത് മർദ്ദിച്ചു എന്ന തെറ്റായ മൊഴി, കള്ളമൊഴി എഴുതി ചേർത്തുന്ന വിവരമാണ്. ഈ കേസിലെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന അഭിപ്രായമുണ്ടോ? ഇപ്പൊ ഇന്നലെ ഞാനവിടെ വീട്ടിൽ പോയിരുന്നു. അച്ഛനോടും അമ്മയോടും ഭാര്യയോടും എല്ലാം സംസാരിച്ചിരുന്നു. ഇവൻ ആദ്യം ഈ മർദ്ദനമേറ്റിട്ട് വീട്ടിൽ വന്ന് കൂടി കിടന്നു എന്നതാണ് പ്രശ്നം. പിന്നീട് ഹോസ്പിറ്റലിലാക്കുമ്പോഴാണ് ഇത് ശരിക്കും പഴുപ്പൊക്കെ കയറി വാരിയലിന് വാരിയലിന് പൊട്ടിയിട്ടാണ് ഇത് പഴുപ്പ് കയറി സംഗതി ഗൗരവതരമാകും. അപ്പം ഇന്നലെ ഇപ്പൊ ഞാൻ ആഭ്യന്തരമന്ത്രി പ്രസ്താവിച്ചതായി കണ്ടു, മഞ്ഞപ്പിത്തം ബാധിച്ചതാണ്. അത് പോലീസ് തുടക്കത്തെ നടത്തുന്ന ഒരു വേർഷനാണ് മഞ്ഞപ്പിത്തം എന്നത്. ഡോണ്ടിസ് ബാധിക്കുന്നവർക്ക് എങ്ങനെയാ വാരിയലിന് പൊട്ടുന്നത്? ഈ വാരിയലിന് പൊട്ടുന്നതിന്റെ യുക്തി എന്താണ്? അപ്പൊ വാരിയലിന് പൊട്ടി അണുബാധ വന്നൊരു പേഷ്യന്റിനെ മഞ്ഞപ്പിത്തം മൂലമാണെന്ന് പോലീസ് നടത്തുന്ന കള്ളപ്രചാര വേല ഏറ്റുപിടിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് അത് ഗൗരവതരമായി തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഒരിക്കലും ആഭ്യന്തരമന്ത്രി അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പാടില്ല. അദ്ദേഹം ഡോക്ടറുടെ മൊഴി എടുക്കണം. ഡോക്ടർ മുന്നിൽ ഈ പേഷ്യന്റ് മൊഴി കൊടുത്തിട്ടുണ്ട്, അവന്റെ എക്സ്റേ റിപ്പോർട്ടുണ്ട്, മറ്റെല്ലാ റിപ്പോർട്ടുകളും ഉണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് പോലീസ് മെനയെന്ന കള്ളക്കഥ ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കുന്ന ആളല്ല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. അങ്ങനെ ആകാനും പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ സമരം ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ശ്രീ രമേശ് ചെന്നിത്തല ഇടപെടണം, കൃത്യമായി ഇത് പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണം, കുറ്റക്കാർക്കെതിരെ നടപടി വേണം, ആ കുടുംബത്തിന് നഷ്ടപരിഹാരം വേണം, ഇത്രയും പറഞ്ഞതാണ്. വീണ്ടും അതിനെ വഴിതെറ്റിച്ചു കൊണ്ടുപോയാൽ ഞങ്ങൾ കൃത്യമായിട്ട് ഇടപെടും.